വല്ലാണ്ടങ്ങ് തെറ്റിദ്ധരിച്ചു ഈ മുരിങ്ങ മരത്തെ. നട്ടിട്ട് 2 വർഷമായി. ധാരാളം പൂക്കളും തരുന്നുണ്ടായിരുന്നു. എന്നാൽ കായ മാത്രം തരുന്നില്ല. അങ്ങനെയിരിക്കെ പതിവ് പോലെ ഇക്കൊല്ലവും ധാരാളം പൂക്കൾ തന്നു. ഇത്തവണയും പൂ മാത്രമേ ഉള്ളൂ, കായ്ക്കില്ല എന്ന് കരുതിയിരുന്ന എന്നെയും ഹരിയേട്ടനെയും ഞെട്ടിച്ചുകൊണ്ട് ഇത്തവണ ധാരാളം അങ്ങ് കായകളൊക്കെ ഉണ്ടായിരിക്കുന്നു. തുടക്കത്തിൽ പൂക്കൾ കുറേ ഉണ്ടായപ്പോൾ അത് കറി വയ്ക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. കാണാത്തവർ കാണണേ. ആ സമയത്തൊന്നും കായ് പിടിച്ചിരുന്നില്ല. പെട്ടെന്ന് മഴയൊക്കെ കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ധാരാളം കായ്ച്ചു. ഇത് നാടൻ മുരിങ്ങക്കായല്ല കേട്ടോ, അത് അപ്പുറത്ത് കാര്യമായി തന്നെ കായ്ച്ചിരിപ്പുണ്ട്. ഇത് നീളം കൂടിയ മുരിങ്ങക്കായാണ്. ഇതിൻ്റെ കൊമ്പ് കിട്ടിയ കഥ ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഞങ്ങൾക്ക് മാത്രമല്ല, മുരിങ്ങമരമുള്ളവർക്കൊക്കെ ധാരാളം മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായി കായ്ച്ചതിൻ്റെ കൗതുകത്തിലും സന്തോഷത്തിലുമാണ് ഞാൻ. ഇതെന്താ മുരിങ്ങക്കായ കായ്ക്കുന്നത് ഇതുവരെയൊന്നും കണ്ടിട്ടില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എന്നാലും നമ്മുടെ വീട്ടിൽ ആദ്യമായി നട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ കായ്ച്ചു കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷവും പുതുമയും ഒക്കെ തോന്നുമല്ലേ. കായ്ക്കാത്തത് കായ്ച്ചപ്പോൾ വല്ലാത്ത സന്തോഷം. പിന്നെ ഓർത്തു, ഇതിനെയൊക്കെ എന്തു ചെയ്യും? അയൽവക്കക്കാർക്കൊക്കെ കുറച്ച് കൊടുത്തു. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും മിക്ക വീടുകളിലും മുരിങ്ങക്കായ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നു. കാരണം കൂടുതലുണ്ടായവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. എന്തായാലും കുറേയൊക്കെ പറിച്ചെടുത്തു. തോട്ടിയും കമ്പും ഇല്ലാതെ തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്നതായിരുന്നു മിക്കതും നിൽക്കുന്നുണ്ടായിരുന്നത്. പാകമായതൊക്കെ കുറേയൊക്കെ പറിച്ചെടുത്തു. കായകളുടെ കനം കൊണ്ട് മുരിങ്ങ കൊമ്പ് പൊട്ടിയാലോ എന്ന് കരുതി 2 മുളങ്കമ്പുകൾ താങ്ങും വച്ചിട്ടുണ്ടായിരുന്നു. പറിച്ച മുരിങ്ങക്കായിൽ നിന്ന് കുറച്ചെടുത്ത് കറി വയ്ക്കാൻ നോക്കട്ടെ. ഇണകളായി ചേർന്ന് നിൽക്കുന്ന മുരിങ്ങക്കായ തന്നെ ഞാൻ ആദ്യം എടുത്തു. അവരുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുന്നിൽ വിലങ്ങ് തടിയായി നിന്ന എന്നെ ശപിക്കുമോ എന്തോ. കായ കാണുമ്പോൾ ഒരെണ്ണം കളയാൻ തോന്നില്ല, എല്ലാം കഴിക്കണമെന്ന് തോന്നും. പക്ഷേ മുരിങ്ങക്കായല്ലേ, എത്ര കഴിക്കും? കൂടി വന്നാൽ ഒരെണ്ണം സാമ്പാറിലിടും. നീളം കൂടിയത് കാരണം ഒരെണ്ണം തന്നെ ധാരാളം. പിന്നെ തേങ്ങയും ചെറിയുള്ളിയും ജീരകവും കുരുമുളകൊക്കെ ഇട്ട് ഉപ്പേരിയായിട്ടും വെക്കാം. പിന്നെ അതും അല്ലെങ്കിൽ വറ്റിച്ചെടുക്കാം. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ? മുരിങ്ങക്കായുടെ ഫാഷൻ റെസിപ്പികളൊന്നും എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെ വാചകമൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ഈ മുരിങ്ങക്കായ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ എനിക്ക്. പിന്നെ കുറച്ചെങ്കിലും ഇഷ്ടം മുരിങ്ങക്കായും ചക്കക്കുരുവും മാങ്ങയും കൂടെ വയ്ക്കുമ്പോഴാണ്. എന്തായാലും 2 മുരിങ്ങക്കായ് മുറിച്ചതോടുകൂടി ഞങ്ങളുടെ ആവശ്യത്തിനായി. മുരിങ്ങയുടെയും മുരിങ്ങക്കായുടെയും പെരുമ പറഞ്ഞ് ഞങ്ങൾ തന്നെ അതിന് കണ്ണു വെച്ചു. 2 ദിവസം കഴിഞ്ഞതും തന്നെ മുരിങ്ങ മരത്തിൻ്റെ കൊമ്പങ്ങ് ഒടിഞ്ഞു. അതും ധാരാളം കായ്കളുള്ള കൊമ്പ് തന്നെ. വല്ലാണ്ട് വിഷമമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി എന്ത് ചെയ്യാൻ? ഒടിഞ്ഞതിലെ മുരിങ്ങക്കായൊക്കെ പറിച്ചെടുത്ത് വീട്ടുകാർക്കും സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കുക തന്നെ. അങ്ങനെ കൂടുതലും കൊടുത്തു. കുറച്ച് ഞാൻ ഫ്രിഡ്ജിലും എടുത്തു വെച്ചു. ഫ്രിഡ്ജിൽ എടുത്തു വെപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ, കറി വെക്കൽ അധികം നടക്കുന്നില്ല. അതിൻ്റെ പരാതിയും ഹരിയേട്ടൻ പറഞ്ഞു തുടങ്ങി. ഇത്രയും മുരിങ്ങക്കായ ഉണ്ടായിട്ട് കറി വെച്ച് തരുന്നില്ലല്ലോ എന്ന്. എന്തായാലും പൊട്ടി വീണ കൊമ്പിലെ മുരിങ്ങക്കായെല്ലാം പറിച്ചെടുത്തപ്പോൾ ഏകദേശം ഒരു വിറക് കെട്ടിൻ്റെ അത്രയും തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇതിനെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തൊന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഹൈപ്പ് ചെയ്താലേ ഞങ്ങളുടെ വീഡിയോ എല്ലാം റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി.